പലപ്പോഴും കേൾക്കാറുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാമെന്ന്. അത് എത്രത്തോളം ശരിയാണ്? പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഓയിൽ കുറയ്ക്കണം, അതുപോലെ മധുരം ഒഴിവാക്കണം എന്നൊക്കെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ശരിയായിട്ടുള്ളൊരു പ്രോട്ടീൻ ഇൻടേക്ക് വളരെ അത്യാവശ്യമാണ്. ശരിയായ പ്രോട്ടീൻ എടുത്താലാണ് LDL അഥവാ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂട്ടാനും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശരിയായ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോട്ടീൻ ശരീരത്തിൽ പലവിധ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ്. പക്ഷേ എല്ലാ പ്രോട്ടീനും നല്ലതല്ല. ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകളുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയുമെന്നതിന് മാറ്റമില്ല. പക്ഷേ ഈ പ്രോട്ടീൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പരിപ്പ്, കടല, പയർ ഇതുപോലുള്ള പച്ചക്കറികളിലുള്ള പ്രോട്ടീൻസ്, ഇതിനകത്ത് പ്രോട്ടീൻ്റെ കൂടെ ധാരാളം ഫൈബേഴ്സ് കൂടി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കുന്നതിന് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇതെല്ലാം ഹെൽത്തി ഫാറ്റ് പ്ലസ് പ്രോട്ടീൻ കോംബോ ആണ്. ഇത് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂടാനായിട്ട് വളരെയധികം സഹായിക്കും. ബട്ട് മറ്റ് പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള ഈ റെഡ് മീറ്റ്, ബട്ടർ, ചീസ് ഇവയിലുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് LDL കൂടാനായിട്ടൊരു കാരണമാവും. സോ കൊളസ്ട്രോൾ ഉള്ളവരുടെ പ്രോട്ടീൻ ഇൻടേക്കിൽ ഈ പ്രോട്ടീൻ്റെ സോഴ്സസ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ വെജിറ്റേറിയൻ ആയാൽ കൂടുതൽ നല്ലതാണെന്നാണോ? നമ്മുടെ ലക്ഷ്യം വെജിറ്റേറിയൻസ് ആവുക എന്നുള്ളതല്ല. പക്ഷേ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസ് ഹെൽത്ത് ഫ്രണ്ട്ലി ആണെന്നുള്ള റിസർച്ചുകളുണ്ട്. ഏത് തരത്തിലാണെങ്കിലും പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ കൊളസ്ട്രോൾ ഉള്ളവർ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നതാണ് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. Velit Homeopathy on a mission to cure.